Good morning. Good morning, ma'am. Okay. Good morning. Good morning, ma'am. Okay, good morning. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാനായിട്ട് പോകുന്നത്, മെഡിക്കൽ ഇൻഷുറൻസ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ശരിക്കും മൊഡ്യൂൾ വൈസ് ആയിട്ട് നോക്കുമ്പോൾ 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. നിങ്ങളുടെ എത്രയിലേക്ക് എടുക്കുന്നത്? 16 16ാമത്തെ ചാപ്റ്റർ ആണോ? 3rd മൊഡ്യൂൾ ഇതിൽ സെക്കൻഡിൽ അങ്ങോട്ട് കയറി കിടക്കണെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് പറയൂ കേട്ടോ. ഓക്കെ, 16ാമത്തെ അല്ലെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് അന്ന് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടല്ലോ. ഓരോ മൊഡ്യൂൾസിൽ വരുന്ന ചാപ്റ്ററുകൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മാറ്റി എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം പഠിക്കാനായിട്ട്. അങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, 16 മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാലോ നമുക്ക്. മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഇന്ന് ആദ്യം പറയാം കേട്ടോ. അപ്പൊ നോക്കാം, മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവരും എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് അധികവും കാര്യം ഇന്ന് പല ടൈപ്പ് ഓഫ് അസുഖങ്ങളാണ് അല്ലെ. പണ്ടത്തെ പോലെയല്ല, അസുഖങ്ങളുടെ ആ ഒരു ഇത് കൂടി അല്ലെ. പല ടൈപ്പ് അസുഖങ്ങളും പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വന്നു അല്ലെ. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പ്രത്യേക മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, 16 കേട്ടോ. നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 16 കേട്ടോ എടുക്കുന്നത്, മെഡിക്കൽ ഇൻഷുറൻസ്. കിട്ടിയില്ലേ എല്ലാവർക്കും? അവ നോക്കാം കേട്ടോ. ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ്. ആദ്യം തന്നെ നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ടേംസുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ടേംസുകൾ, കുറെ പേർക്കൊക്കെ ഫെമിലിയർ ആണ്. അറിയുന്നവരായിരിക്കും കൂടുതൽ. അറിയാത്തവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇൻഷുറൻസിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് കുറച്ച് ടേംസുകളാണ്. എന്തൊക്കെ ടേംസുകളാണെന്ന് വെച്ചാല്, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, ഓക്കെ, അതുപോലെ ആരാണ് ഇൻഷുർഡ് പേഴ്സൺ, ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറർ ആരാണ്, അതുപോലെ തന്നെ എന്താണ് പ്രീമിയം, ഓക്കെ, പ്രീമിയം എന്താണ്, അതുപോലെ തന്നെ ക്ലെയിം എന്താണ് ക്ലെയിം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്. ഇങ്ങനെ കുറച്ച് ടേംസുകളാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ടേമും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ടേംസ് വരെ പരിചയപ്പെടാണ് കേട്ടോ. നോക്കൂ, ഇവിടെ കുറച്ച് തിരുത്തലുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേന ഒന്ന് കയ്യിൽ വെക്കാം. ചെറിയ ഒരു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് അതൊന്ന് തിരുത്തിയിട്ട് വായിക്കണം കേട്ടോ. നോക്കാം, ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് caused by diseases and accidents. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? നമുക്കറിയാം അല്ലെ. നമുക്ക് അസുഖം മൂലം അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളൊക്കെ വഹിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റി അല്ലെ, ഒരു സംവിധാനം. അതാണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ദ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ് അല്ലെ. നമുക്ക് ഡിസീസസ്, അസുഖം മൂലം, ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളെല്ലാം തന്നെ മീറ്റ് ചെയ്യാനായിട്ട് അല്ലെ, നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത 2 ടേമുകൾ പരിചയപ്പെടാൻ പോകണം. എന്താണ് ഇൻഷുർഡ് പേഴ്സൺ, ആരാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഷുർഡ് പേഴ്സൺ ആരാണ്, ഇൻഷുറർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നോക്കാം കേട്ടോ.
ചാപ്റ്റർ കിട്ടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ട് അങ്ങാണ്ടൊക്കെ എടുക്കണമെന്ന് തോന്നുന്നു അല്ലെ? സെക്കൻഡ് മൊഡ്യൂളിൽ അങ്ങനത്താണ് ഈ ചാപ്റ്റർ കയറി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ സാറ് പറഞ്ഞു തപ്പിയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിലാണ് നിങ്ങളുടെ കയറി എടുക്കുന്നത് ചാപ്റ്റർ. പക്ഷെ ഈ ചാപ്റ്റർ വരുന്നത് 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കാം. The insured is the person or business that gets compensated if the loss occurs. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന കേട്ടോ. ഇൻഷുർഡ് ആരാണെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. The insured is the person or business that gets compensated if the loss occurs. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്താണ്, ആരാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്? ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയാണ്. വ്യക്തിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുർഡ് എന്ന് പറയുന്നത്. എന്താണ് പറയുക? ഇൻഷുർഡ് കേട്ടോ. INSURED, ഇൻഷുർഡ്. ഓക്കെ, ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെയോ ബിസിനസിനെയോ ആണ് നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒക്കേഴ്സിന്റെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈസ് നോൺ ആസ് ദ എന്ന് പറഞ്ഞ് കയറി വരുന്നുണ്ട്. അത് വെട്ടിക്കളഞ്ഞു, അത് അവിടെ ആവശ്യമില്ല കേട്ടോ. ഈസ് നോൺ ആസ് ദ എന്ന് പറഞ്ഞ ആ ഒരു സെന്റൻസ് നിങ്ങൾ ജസ്റ്റ് വെട്ടിക്കളഞ്ഞോളൂ. ഇനി ആരാണ് ഇൻഷുറർ എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ തൊട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയുന്നു, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഉള്ളൂ, നിങ്ങൾ എന്ത് ശ്രദ്ധിക്കാത്തത്? ഓക്കെ, അതായത് ഇൻഷുർഡ് ഇസ് ദ പേഴ്സൺ ഓർ ബിസിനസ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ക്ലാസ്സിൽ കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അത് മനസ്സിലാക്കണം കേട്ടോ. നോക്കാം. The insured is the person or business that gets compensated if the loss occurs. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ആരാണ് ഇൻഷുർഡ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ആ ഒരു സെന്റൻസ് ഒക്കേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. കഴിഞ്ഞു, അവിടെ ആ സെന്റൻസ് തീർന്നു. ഓക്കെ, ആരാണ് ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെയോ ബിസിനസിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇൻഷുർഡ് ആരാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈസ് നോൺ ആസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് വെട്ടിക്കളയാം. ഓക്കെ, ഈസ് നോൺ ആസ് എന്ന് എഴുതിയിട്ടില്ലേ, അതന്ന് വെട്ടിക്കളയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, ആരാണ് ഇൻഷുറർ എന്നാണ് പറയുന്നത്. നോക്കാം. ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് എഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. കഴിഞ്ഞു, അവിടെയാണ് കേട്ടോ. ഇൻഷുറർ ആരാണ്? ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് എഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. അതായത് ഈ ഒരു നഷ്ടപരിഹാരത്തിനായിട്ടുള്ള പണം നൽകുന്ന വ്യക്തി, അല്ലെങ്കിൽ പണം നൽകുന്ന കമ്പനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം എനിക്ക് ലഭിക്കും അല്ലെ? അപ്പൊ ആ ലഭിക്കുന്ന എന്നെയാണ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. എനിക്ക് ആ നഷ്ടപരിഹാരം തരുന്ന എന്റെ ആ കമ്പനി, ഞാൻ LIC ആണ് എടുത്തേക്ക്, ആ ഒരു കമ്പനിയാണെന്ത്? ഇൻഷുറർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ 3 ടേംസ് പഠിച്ചു കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? ഇൻഷുർഡ് പേഴ്സൺ ആരാണ്? ഇൻഷുറർ എന്താണ്? അപ്പം ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? നഷ്ടം വന്നു കഴിഞ്ഞാൽ, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെ നമ്മൾ ഇൻഷുർഡ് എന്നാണ് പറയുന്നത്. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നഷ്ടപരിഹാരത്തിനായിട്ടുള്ള പണം നൽകുന്ന കമ്പനി ഏതാണോ അവരാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം. അടുത്ത് നോക്കാം. The money that is paid by the insured to the insurer is known as premium. എഴുതി ചേർക്കാട്ടോ. ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത് the money that is paid by the insured to the insurer is called premium. Is called premium എന്ന് എഴുതി ചേർക്കാട്ടോ. അവിടെ പ്രീമിയം ആണ്. പ്രീമിയം എന്താണെന്നാണ് അവിടെ പറയുന്നത്. Is called premium. Premium, PREMIUM, premium. കിട്ടിയോ? സെന്റൻസ് കിട്ടിയോ? The money that is paid by the insured to the insurer is called premium. അങ്ങനെ എഴുതി ചേർക്കാട്ടോ. എന്താണ് പ്രീമിയം എന്ന് പറയുന്നത്? നമ്മൾ ഇൻഷുറൻസ് എടുത്തവർക്ക് അറിയാം, നമ്മളൊരു നിശ്ചിത തുക എന്ത് ചെയ്യും? ആ ഒരു ഇതിലേക്ക് നമ്മൾ അടയ്ക്കും അല്ലെ? മാസാമാസം, മിക്കവാറും എവരി മന്ത് ആയിരിക്കും, ചിലത് 3 മാസം 6 മാസം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. പ്രീമിയം അടയ്ക്കുന്നതുണ്ട്. മിക്കവാറും നമ്മൾ എല്ലാ മാസവും നമ്മളൊരു നിശ്ചിത തുക വീതം എന്ത് ചെയ്യും? ഇൻഷുറർക്ക്. ഇൻഷുറർ ആരാണെങ്കിൽ ഇൻഷുററിനെ പറയുള്ളൂ കേട്ടോ. അപ്പൊ കമ്പനിയാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇൻഷുർഡ് എന്ന് കേൾക്കുമ്പോൾ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയാണെന്നും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ the money that is paid
പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. അതായത് ഒരു ഇൻഷുർഡ് പേഴ്സൺ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുക, ആ ഒരു നിശ്ചിത തുകയാണ് നമ്മൾ പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ എന്താണ്, പ്രീമിയം എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മൂന്ന് പറഞ്ഞാല് നമുക്ക് അടുത്തത് പഠിക്കാം. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എൻ എഗ്രിമെന്റ്. ഇതൊരു കരാറാണ് അല്ലെ? ആര് തമ്മിലുള്ള കരാറാണ്? ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കരാറാണ് അല്ലെ? ഇറ്റ് ഇസ് എൻ എഗ്രിമെന്റ്. അപ്പൊ നമുക്ക് വായിക്കാം. A health insurance policy is an agreement between an insurer and an individual or group. Individual or group എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാവാം, അതിലൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം അല്ലെ? In which the insurer agrees to provide the specific health insurance cover at a particular premium. അപ്പൊ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ? പോളിസി എന്ന് പറയുമ്പോൾ അതൊരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലാണ്? ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കരാറാണ്. ഈ കരാറിനകത്ത് ഇൻഷുറർ അല്ല, ആ കമ്പനി ഇൻഷുറർ എന്ത് ചെയ്യാണ്? ഒരു നിശ്ചിത പ്രീമിയത്തിന്, ഒരു പർട്ടിക്കുലർ പ്രീമിയത്തിന് ഒരു എന്താണ്, ഒരു സ്പെസിഫിക് ആണ്, ഒരു നിർദ്ദിഷ്ട ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അവർക്ക് കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ പല ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഉണ്ട്. അപ്പൊ എന്താണ്, ഒരു നിശ്ചിത പ്രീമിയത്തിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന അല്ലെ, അത്തരത്തിൽ ഒരു ഇൻഷുറഡിന് കൊടുക്കുന്ന ഒരു കരാറാണ്, ഒരു എഗ്രിമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ ആണ്? ഈ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ആക്സിഡന്റോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ വഹിക്കുന്ന ഒരു സംവിധാനമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നഷ്ടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെ, ബിസിനസിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരുടെ? കമ്പനിയാണ്. ആ നഷ്ടപരിഹാരത്തിനായിട്ടുള്ള പണം നൽകുന്ന കമ്പനിയാണെന്ന് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് എന്താണ്? അവിടെ ഇൻഷുറർ ഒരു നിശ്ചിത പ്രീമിയത്തിന് ആ ഒരു ഇൻഷുർഡ് പേഴ്സണ് എന്ത് കൊടുക്കാണ്? ഒരു പോളിസി, ഒരു എന്താ പറയുക, ഇൻഷുറൻസ് കവറേജ് കൊടുക്കാണ്. അങ്ങനെയുള്ള ഒരു കരാറാണ് ഇത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രീമിയം എന്താന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മളൊരു ഇൻഷുർഡ് പേഴ്സൺ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത പണം അല്ലെ, അതിപ്പോ മാസാമാസമായിരിക്കും നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് അടയ്ക്കുന്നുണ്ടാവും. ആ എമൗണ്ട് ഓഫ് എന്താ പറയാ മണി അല്ലെ, അതിനെയാണ് നമ്മൾ പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിചയപ്പെട്ട കുറെ ടേമുകളാണ് കേട്ടോ, ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ് നമ്മൾ കാണുന്നത്. അടുത്തതാണ് ക്ലെയിം. എന്താണ് ക്ലെയിം എന്ന് പറഞ്ഞാല്? സിമ്പിൾ ആയിട്ട് പറഞ്ഞ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് അല്ലെ? ഇറ്റ് ഈസ് ദ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ്. നമുക്ക് നഷ്ടം സംഭവിച്ചു. ആ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ കമ്പനിയോട് ആ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ? ഒരു റിക്വസിഷൻ. അതെ, നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യുന്നതിനെയാണ്, ആ റിക്വസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, റിക്വസ്റ്റ്. അതായത് നമുക്ക് ആ ഒരു നഷ്ടം സംഭവിച്ചു, അപ്പൊ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ? ഓക്കെ, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ്. എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ബൈ എൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. ആ ഒരു പോളിസി കവർ ചെയ്യുന്ന ആ ഒരു എന്താ പറയാ നഷ്ടപരിഹാരത്തിനായിട്ടുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരോട് റിക്വസ്റ്റ് ചെയ്യാണ്? ഇൻഷുററോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് ക്ലെയിം. ഇതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത്. ഇനി ക്ലെയിമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ദ ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറർ. തന്നെ ഇൻഷുററിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കാണ്. അതാണ് ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാർട്ടി ക്ലെയിംസിനെ കുറിച്ച് എന്താണ്? ദ ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. അതായത് ആ ഒരു പോളിസി എടുത്തിട്ടുള്ള വ്യക്തി, ഇൻഷുർഡ് പേഴ്സൺ അല്ലെ, പോളിസി ഹോൾഡർ. ഓക്കെ, ആ പോളിസി എടുത്ത വ്യക്തി എന്താണ്? ആ പോളിസി ഹോൾഡർ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയോട് എന്ത് ചെയ്യാണ്? നഷ്ടപരിഹാരത്തിനുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്.
അതാണ് എന്ത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം അതായത് ആ ഒരു പോളിസി ഹോൾഡർ ഉണ്ടല്ലോ, അതായത് ആ ഇൻഷുർഡ് പേഴ്സൺ, ഇൻഷുറൻസ് ചെയ്ത വ്യക്തി തന്നെ ആ കമ്പനിയോട് എന്തിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്? നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്, അദ്ദേഹം തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞ് പെട്ടെന്ന് ക്ലിക്ക് ആവും നിങ്ങൾക്ക്. ഇപ്പൊ ഒരാള് അജിത്ത് എന്ന് പറഞ്ഞ ഒരാള്, അയാൾ എന്തുണ്ട്, ഒരു എന്താ പറയുക ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അയാൾ കാർ ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അയാൾ ഒരു ആക്സിഡന്റ് പോളിസി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾ ഒരു ദിവസം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കാറ് തട്ടി ആക്സിഡന്റ് ആയി. ഇയാൾക്കൊന്നും സംഭവിച്ചില്ല, പക്ഷെ കാറിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്യാണ്? അയാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ആവശ്യപ്പെടാണ്, എനിക്ക് കാറിന് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു, കാറിന് ഇതുപോലെ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? തന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ആ ഒരു ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ്, അവിടെ അയാൾ തന്നെ റിക്വസ്റ്റ് ചെയ്യാണ് അയാളുടെ കമ്പനിയോട്, അല്ലെ? അതാണ് ഇത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്തത് എന്താണ്? തേർഡ് പാർട്ടി ക്ലെയിം. തേർഡ് പാർട്ടി എന്താണ്? ദ ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ എഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി. അതായത് മൂന്നാമതൊരു വ്യക്തി, ശ്രദ്ധിക്കാട്ടോ, മൂന്നാമതൊരു വ്യക്തി, തേർഡ് പാർട്ടിയാണ്. മൂന്നാമതൊരു വ്യക്തി എന്ത് ചെയ്യാണ്? പോളിസി ഹോൾഡറിന്റെ കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ട് ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. മനസ്സിലായോ? മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറിന്റെ കമ്പനിയോട്, അവരുടെ ഇൻഷുറൻസ് കമ്പനിയോട് എന്ത് ചെയ്യാണ്? നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ അജിത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ അജിത്ത് കാർ ഓടിച്ചു പോയി, അയാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ നമ്മൾ അയാൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ പ്രശ്നം വരാം, നമ്മുടെ വണ്ടി ഇടിച്ച് വേറൊരാൾക്ക് ജീവഹാനി സംഭവിക്കാം, അല്ലെ? അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യാണ്? നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് എന്ത് ചെയ്യാണ്? നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതാണ് എന്ത് തേർഡ് പാർട്ടി ക്ലെയിം. അജിത്തിന്റെ കാർ ഓടിച്ചു പോയി, അജിത്ത് കാർ ഓടിച്ചു, അത് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കാറുമായിട്ട് തട്ടി. ഓക്കെ, അപ്പൊ അയാളുടെ കാറിനും കേടുപാട് സംഭവിച്ചു, ഇയാൾക്കും സംഭവിച്ചു, അയാളുടെ കാറിനും എന്ത് സംഭവിച്ചു? ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. അപ്പൊ ശ്രീകുമാർ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന അജിത്തിന്റെ ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിനെയാണ് നമ്മള് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്താ ഗുണം? നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ, നമ്മളെ മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കണേ അവരുടെ കൂടെ നഷ്ടപരിഹാരം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ക്ലെയിം എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലെയിം ഈസ് നത്തിങ് ബട്ട് ഇസ് ദ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ഫോർ ലോസ്. ഓക്കെ, ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാണ്. അതാണ് എന്ത് ക്ലെയിം എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പോളിസി ഹോൾഡർ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയോട് എന്താണ്? നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ക്ലെയിം റിക്വസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു വ്യക്തി ഈ പോളിസി ഹോൾഡറുടെ കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് തേർഡ് പാർട്ടി ക്ലെയിം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതാണത് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക, അല്ലെ? ഒഴിവാക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡ് ചെയ്യുന്ന ഉൾപ്പെടുത്താനല്ല, അതിന് ഓപ്പോസിറ്റ് ആണ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കുക. എന്താണ് പറയുന്നത്? സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് enlisted in the policy that are not covered by the policy. That is called the exclusion. Exclusion എന്താ പറയുന്നത്? Specific conditions or circumstances enlisted in the policy that are not covered by the policy. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അതിനകത്ത് എന്താണ്? ചില റിസ്കുകൾ, അതായത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില റിസ്കുകൾ, ലോസുകൾ, ഡാമേജ്, അതിനൊന്നും എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. അത് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കുറെ കേസുകൾ അത് പഠിക്കുന്നുണ്ട്, എക്സ്ക്ലൂഷൻ കേസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ആ പോളിസിക്കകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പോളിസി എടുക്കാൻ പോകുമ്പോൾ ആ പോളിസിക്കകത്ത് ആ പോളിസി കവർ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്ലെയിം ചെയ്യും, നമ്മൾക്ക് അവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതിന് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെക്കണം, ഇന്ന കാര്യങ്ങൾക്ക് കവറേജ് കിട്ടില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ ആ ഒരു പോളിസിക്കകത്ത് ലിസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പൊ അതിന് എന്തെങ്കിലും വല്ല അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവഹാനിയൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അയാൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്.
പക്ഷേ ആ പോളിസിക്കകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഹാം പോലെയുള്ള നഷ്ടങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. കണ്ടോ, അതവിടെ എക്സ്ക്ലൂഷൻ ആണ്. മനസ്സിലായോ? അതായത് ജീവഹാനിക്ക് കിട്ടും ഇൻഷുറൻസ്, പക്ഷെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഒരു സെൽഫ് ഹാമിന്, സൂയിസൈഡ് പോലെയുള്ള സെൽഫ് ഹാമിനൊന്നും യാതൊരു കാരണവശാലും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള നഷ്ടങ്ങൾ, റിസ്കുകളാവാം, ലോസ് ആവാം, ഡാമേജുകളാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു പോളിസിക്കകത്ത് മുൻകൂട്ടി തന്നെ എന്തുണ്ടാവും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് കവറേജ് കിട്ടില്ല എന്നുള്ളതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒഴിവാക്കുന്നത്, ഇൻഷുറൻസ് കവറേജിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ പോളിസിക്കകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മളല്ല അവര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വായിച്ചേ, സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് എൻലിസ്റ്റഡ് ഇൻ ദ പോളിസി ദാറ്റ് ആർ നോട്ട് കവേർഡ് ബൈ ദ പോളിസി. ഓക്കെ, ഇനി എന്താണ് റിസ്ക് എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ചില റിസ്കുകളാവാം, ലോസ് ആവാം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് എ ലോസ്, അല്ലെ? നഷ്ടം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്രയും ടേംസുകൾ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടേം നോക്കാം, ഹെൽത്ത് ഇൻഷുറൻസ്. കേട്ടോ, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, എന്താണ് മെഡിക്ലെയിം? ഓക്കെ, മെഡിക്ലെയിം ഇൻഷുറൻസ്. അപ്പൊ ഇത് രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് രണ്ട് സെയിം അല്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാലും മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ഇതിൽ വല്ല വ്യത്യാസമുണ്ടോ? ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാതെ. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് that covers the cost of an insured individual's medical and surgical expenses. അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ മെഡിക്കൽ അതുപോലെ തന്നെ ശസ്ത്രക്രിയാ ചെലവുകളൊക്കെ കവർ ചെയ്യുന്ന, അത്തരം ചെലവുകളൊക്കെ കവർ ചെയ്യുന്ന ഒരു തരം ഇൻഷുറൻസ് കവറേജ് ആണ് എന്തെന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്നാണ് ടേം, ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ, അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തി, ഇൻഷുർഡ് ഇൻഡിവിജ്വൽ അല്ലെ, ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസുകളൊക്കെ വഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായാലും അതോടെ ഇരിക്കട്ടെ. അടുത്തതാണ് എന്ത്? അതെ, ആരോഗ്യ പരിരക്ഷ. ഓക്കെ, അടുത്തതാണ് എന്ത്? മെഡിക്ലെയിം ഇൻഷുറൻസ്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് തന്നെയാണ് which looks after the hospitalization expenses based on maximum sum insured of the maximum sum of the insured with regard to the following situation. ഒരു ഇൻഷുർഡ് ഇവിടെ വെട്ടിക്കമ്മോ കേട്ടോ, സം ഇൻഷുർഡ് ഇല്ലേ, സം കഴിഞ്ഞിട്ടുള്ള ഇൻഷുർഡ് ഇവിടെ വെട്ടിക്കമ്മോ, അതങ്ങനെ വായിക്കണ്ട. മെഡിക്ലെയിം ഇൻഷുറൻസ് is a cover which looks after the hospitalization expenses based on the maximum sum of the insured with regard to the following situations. അതായത് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഷുർഡ് പേഴ്സന്റെ, അതായത് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ അവർക്ക് അവരുടെ മാക്സിമം, അവർ ഇൻഷുർ ചെയ്തിട്ടുള്ള എന്താ പറയാ മാക്സിമം തുകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്താണ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണിത് മെഡിക്ലെയിം ഇൻഷുറൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അതായത് ഇൻഷുറൻസ് ചെയ്ത വ്യക്തി അവരുടെ മാക്സിമം തുക, അവർ ഇൻഷുർ ചെയ്തിട്ടുള്ള ആ മാക്സിമം തുകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് അവരുടെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ വഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസസ് ആണ് അത് പ്രത്യേകം അവരിവിടെ പറയുന്നുണ്ട്. ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനെസ്, അപ്പൊ പെട്ടെന്നൊരു അസുഖം വന്നു. ഓക്കെ, അതുപോലെ ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, അപ്പൊ അപകടം ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് എനി സർജറി റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിസീസ് വിച്ച് ഹാസ് അറൈസൺ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്. അതായത് നമ്മൾ ഈ പോളിസി എടുത്തതിന് ശേഷം എന്താ പറയാ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു അസുഖം, ആ അസുഖത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും സർജറി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഉണ്ട് ഇതിൽ വഹിക്കാനായിട്ട് പറ്റും നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസിലൂടെ എന്താ പറയാ പേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതും മെഡിക്ലെയിം ഇൻഷുറൻസും ഒന്ന് തന്നെയല്ലേ? ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്ന് തന്നെയെന്ന് വെച്ചാൽ ഏകദേശം ഒന്നൊക്കെ തന്നെ, പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ആണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ആണ്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ഏത് കൊടുക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് മാത്രമല്ല, ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ഡ്യൂറിംഗ് ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, അതുപോലെ വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയുക ഡിസീസസ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാത്തിനും എന്തുണ്ട്? ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്ത് കൊടുക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതേസമയം മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോലെ അത്ര കോംപ്രിഹെൻസീവ് അല്ല. അതെന്ന് പറയുമ്പോൾ അധികം എന്തിനെ ഫോക്കസ് ചെയ്യുന്നത്? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിനാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക രോഗത്തിന് എന്ന് പറയുന്ന ഒരു കവറേജ് ഒന്നും എവിടെ കൊടുക്കുന്നില്ല? മെഡിക്ലെയിം ഇൻഷുറൻസിനകത്ത് കൊടുക്കുന്നില്ല. അവിടെ പൊതുവെ എന്താണ്, ഇപ്പൊ ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ അത്തരം ചെലവുകളെയൊന്നും കൂടുതൽ അത് ഫോക്കസ് ചെയ്യുന്നില്ല. ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുള്ള ചെലവുകളൊക്കെ ഒക്കെ അതിനകത്ത് കവർ ചെയ്തു പോകും. ആ രീതിയിൽ കുറെ കൂടെ എന്താണ് ബ്രോഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത്രയും ടേംസുകളാണ് നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്, ഇൻഷുർഡ് പേഴ്സൺ ആരാണ്, ഇൻഷുറർ ആരാണ്, പ്രീമിയം എന്താണ്, ക്ലെയിം എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണ്, തേർഡ് പാർട്ടി ക്ലെയിം എന്താണ്, എക്സ്ക്ലൂഷൻ എന്താണ്, ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് മെഡിക്ലെയിം ഇൻഷുറൻസ്. ഇത്രയും ടേംസുകളാണ് നമ്മളിപ്പോ കണ്ടത്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലായോ ടേംസുകള്? മനസ്സിലായേ? അടുത്ത ഭാഗത്തോട്ട് പോവാനോ? ഓക്കെ ആണല്ലോ? ശരി. അതെ, കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിൽ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ള ചെലവുകള്, ബിഫോർ ട്രീറ്റ്മെന്റ്, അതുപോലെ ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ്, അതുപോലെ കുറെ വൈഡ് റേഞ്ച് ഓഫ് ഡിസീസ്, അതിനൊക്കെ കവറേജ് കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മൾ മെഡിക്ലെയിമിലോട്ട് വരുമ്പോഴേ, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ബിഫോർ ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ, ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ അല്ല അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് വരുന്ന കുറെ ചെലവുകൾ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനെസ്. ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖം വന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടും. അപ്പൊ ആ ചെലവ് നോക്കും. അതുപോലെ ഇൻ ദ ഇവന്റ് ഓഫ് എൻ ആക്സിഡന്റ്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നോക്കും. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞ എന്താ, പോളിസി എടുത്തിട്ടുണ്ട്, പോളിസി എടുത്ത സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും ഒരു പുതിയൊരു അസുഖം അവിടെ ഉണ്ടാവുകയാണ്, ആ അസുഖത്തിനെ തുടർന്ന് എന്തെങ്കിലും ഒരു സർജറി ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അപ്പോഴും ആ എക്സ്പെൻസ് ഒക്കെ മെഡിക്ലെയിമിൽ പൊക്കോളും. ഓക്കെ, അത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി നോക്ക്, ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ നമ്മുടെ മേജർ വൺസ് ആണ് കേട്ടോ അവിടെ കൊടുത്തത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് ഫേംസുകളാണ് കൊടുത്തത്. ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് എന്താ പറയാ ഇൻഷുറൻസ് ഫേംസുകൾ കാണാനായിട്ട് പറ്റും. പക്ഷെ അതിനകത്ത് കുറച്ച് മേജർ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അവൈവ ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ ബജാജ് അലയൻസ്, ഭാരതി എയ്ഡ്സ്, ICICI പ്രൊഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക്, മെറ്റ് ലൈഫ് ഇന്ത്യ. മെറ്റ് ലൈഫ് ഇന്ത്യ ഒക്കെ കുറെ നമ്മൾ ഫേമസ് ആണ് അല്ലെ, കേട്ടിട്ടുണ്ട്. LIC ഒക്കെ ഉണ്ട് കേട്ടോ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. നമ്മൾ കുറച്ച് മേജർ ആയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം കൂടെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും. ഇനി നോക്കാം, അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ അഥവാ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ് റിസൾട്ടിംഗ് ഇൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ആക്സസിംഗ് ദ ഹെൽത്ത് കെയർ. ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് എ പുവർ പേഷ്യന്റ് ടു ആക്സസ് ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ്. അതായത് ഇപ്പൊ നമുക്ക് അസുഖം വന്നു അല്ലെ, അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ പോക്കറ്റിൽ എടുത്ത് പൈസ കൊടുക്കുവാണെങ്കിൽ
അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് നയിക്കും അല്ലെ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. നമ്മൾ എന്ത് തന്നെ എത്ര സമ്പാദിച്ചു വെച്ചാലും നമ്മൾ പറയും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മതി, ആ കയ്യിലുണ്ടായ പൈസ മുഴുവൻ പെട്ടെന്ന് പോകും അല്ലെ. ഒരു ഹോസ്പിറ്റൽ എത്ര സമ്പാദ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നാൽ അതിനൊരു ഹോസ്പിറ്റലൈസേഷൻ കേസ് വന്നാൽ നമ്മുടെ കയ്യിൽ പൈസ പോണ വഴി അറിയില്ല നമ്മള്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മളൊരു ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് നമ്മുടെ പോക്കറ്റിൽ നേരിട്ട് പൈസ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികളൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ആണ്. അപ്പൊ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് എ പുവർ പേഷ്യന്റ് ടു ആക്സസ് ദ ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ് അല്ലെ. അപ്പൊ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട രോഗിക്ക് അവർക്ക് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ആരോഗ്യ സേവനം ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ ബെനിഫിറ്റ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ദ ഫാമിലീസ് ടു പോവർട്ടി. മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ. ഇപ്പൊ പറഞ്ഞ അതേ പോയിന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മള് വളരെ ചെലവ് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ സേവനങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം എന്തായിരിക്കും, ദാരിദ്ര്യത്തിലാവും അല്ലെ. അപ്പോ അത്തരം കണ്ടീഷൻസിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇൻഷുറൻസ് കവറേജ് കൊണ്ട് സാധിക്കും. ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി കെയറും കിട്ടും, നമ്മുടെ അത് കയ്യിൽ നിന്ന് അധികം നമ്മുടെ പൈസ നഷ്ടപ്പെടുന്നില്ല അല്ലെ. അപ്പൊ ആ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് ദ പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. എന്നാണ് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് ദ പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ അത് അർത്ഥമുണ്ട് കേട്ടോ, ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം എന്താന്ന് വെച്ചാല് സംഭാഷണം അല്ലെങ്കിൽ ചർച്ചകൾ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. അതായത് ഈ പേഷ്യന്റുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക് എന്ത് അനുവദിക്കുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് അനുവദിക്കുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ പേഷ്യൻസുമായിട്ട് അവരോടൊപ്പമുള്ള ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഏറ്റവും എന്താ പറയാ ആ ഒരു മെഡിക്കൽ കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് അല്ലെ, മെഡിക്കൽ കോസ്റ്റ് മാനേജ് ചെയ്യാനും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അവർക്ക് പണം ലഭിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പേഷ്യൻസുമായിട്ടുള്ള ഒരു നെഗോഷിയേഷൻ അതായത് അവരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്. എങ്ങനെയാണ് അവരുമായിട്ട് എന്താ പറയാ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു മെഡിക്കൽ കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് അത് സഹായിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർക്ക് ആ ഒരു ലഭിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, അതന്നെ പേഷ്യൻസിന് നെഗോഷിയേഷന് വഴിയൊരുക്കുന്നു. കാരണം ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ രോഗാവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ചാണല്ലോ ഇൻഷുറൻസ് അപ്രൂവ് ആവുള്ളൂ. ഓക്കെ, പിന്നെന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട് യു ഫ്രം ദ ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. ഈ പറഞ്ഞ അതേ പോയിന്റ് ആണ്. അതായത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില ഉയർന്ന ചെലവുകളെയൊക്കെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. അതായത് നല്ല ക്വാളിറ്റി കെയർ നമുക്ക് കുറെ കൂടെ അഫോർഡബിൾ ആയിട്ട് അല്ലെ, ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കായി കഴിഞ്ഞാലും അഫോർഡ് ചെയ്യാൻ പാകത്തിന് എന്ത് സഹായിക്കുന്നുണ്ട്, ഒരു ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്കൊരു ക്വാളിറ്റി കെയർ കിട്ടാത്തൊരവസ്ഥ വരില്ല. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി കെയർ കിട്ടും. അത് ആര് എടുത്തോളും, ആ ഒരു ഇൻഷുറൻസ് കവറേജിലൂടെ പൊക്കോളും. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്, ടാക്സ് ബെനിഫിറ്റ് കേട്ടോ, നികുതി ഇളവ് ലഭിക്കുന്നതാണ് പറയുന്നത്. എങ്ങനെ നികുതി ഇളവ് ലഭിക്കണമെന്ന് അറിയാമോ, ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നമ്മുടെ ഇൻകം ടാക്സ് ഒരു സെക്ഷൻ 80D പറയുന്നില്ല. 80D പ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു 25,000 രൂപ വരെ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു 25,000 രൂപ വരെ പ്രീമിയം അടയ്ക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സിൽ ഡിഡക്ഷൻ കിട്ടും. അതായത് ടാക്സ് ഇളവ് കിട്ടും എന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആള്, അയാളുടെ ഇപ്പൊ വൈഫ് ഓർ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആശ്രിതർ അല്ലെ, മക്കള്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 25,000 രൂപ വരെ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ നികുതി ഇളവ് 25,000 രൂപയ്ക്ക് അവർക്ക് എന്ത് അടയ്ക്കേണ്ടി വരില്ല, നികുതി അടയ്ക്കേണ്ടതായിട്ട് വരില്ല. അതായത് നികുതി ഇളവ് ലഭിക്കുന്നു, ടാക്സ് റിഡക്ഷൻ ലഭിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സീനിയർ സിറ്റിസൺസ് ആണെന്ന് വിചാരിക്കാം,
മുതിർന്ന പൗരന്മാരില്ലേ, അവർക്കൊക്കെ ആണെങ്കിൽ ഒരു 50,000 രൂപ വരെ പ്രീമിയം അവർ ഇൻഷുറൻസിലൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ തുകയ്ക്ക് അവർക്ക് എന്തടക്കേണ്ടി വരില്ല, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലെ? അതായത് നമ്മൾക്ക് സാധാരണ ഒരു വാർഷിക വരുമാനം ഇത്ര രൂപയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഒരു എക്സാമ്പിൾ പറയാൻ, ഇപ്പൊ ഒരാൾക്ക് വാർഷിക വരുമാനം 4 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ 4 ലക്ഷം വാർഷിക വരുമാനം ഉള്ള ഒരു വ്യക്തിക്ക് കുഴപ്പമില്ല, ടാക്സ് അടയ്ക്കില്ല. പക്ഷെ 4 ലക്ഷത്തിന് മീതെ വാർഷിക വരുമാനം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അയാളുടെ വരുമാനം ഒരു 4,50,000 ആണെന്ന് വിചാരിക്കുക, 4,50,000 ആണെന്ന് വിചാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ആ 50,000 രൂപ എക്സ്ട്രാ ആൾക്ക് എന്താ അടയ്ക്കേണ്ടി വരും, ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ആ 50,000-ല് ഒരു 25,000 രൂപയുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അയാൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 25,000 രൂപയ്ക്ക് അയാൾക്ക് എന്ത് അടയ്ക്കേണ്ടി വരില്ല, ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. മനസ്സിലായല്ലോ? ആ 50,000-ൽ 25,000 ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 25,000 രൂപയ്ക്ക് അയാൾ ടാക്സ് അടയ്ക്കണ്ട. ബാക്കിയുള്ള 25,000-ന് അയാൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. അപ്പൊ ആ ടാക്സിൽ ഡിഡക്ഷൻ കിട്ടുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ടാക്സ് ബെനിഫിറ്റ്, നികുതി ഇളവ് ലഭിക്കും. അതിലേക്കൊന്നും പോകണ്ട കേട്ടോ, അതൊരു ഇൻകം ടാക്സിൽ ഒരു സെക്ഷൻ 80D പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ആ ഒരു ടാക്സ് ബെനിഫിറ്റ് എങ്ങനെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. എനിക്ക് വലിയ തുകയല്ല കേട്ടോ, 25,000 രൂപ വരെ പ്രീമിയം ഉണ്ടെങ്കിൽ, പ്രീമിയം തുക ഒരു 25,000 അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ 25,000 രൂപയ്ക്ക് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ വരെ പ്രീമിയം അടയ്ക്കുന്ന ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് 50,000 രൂപ വരെയുള്ള ഇതിന് എന്തടയ്ക്കുന്ന, ടാക്സ് അടയ്ക്കുന്ന. ഓക്കെ, അങ്ങനെ കുറെ നികുതി ഇളവുകളൊക്കെ കിട്ടുന്നു. മനസ്സിലായല്ലോ? ഇത്ര മനസ്സിലാക്കി വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, ശരി. അടുത്ത ഭാഗം നോക്കുക കേട്ടോ, എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ എക്സ്പെൻസുകളാണ് ഒരു സാധാരണയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന എക്സ്പെൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓരോ പോളിസി വ്യത്യാസം ഉണ്ടാവും. പല ടൈപ്പ് ഓഫ് പോളിസികൾ ഉണ്ടായിരിക്കും. അപ്പൊ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ അതിന് മാറ്റങ്ങൾ വരുന്നത്. ചില പോളിസികളുണ്ട് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് മാത്രം വഹിക്കുന്ന ചില പോളിസി ഉണ്ട്. അതെടുത്തിട്ടുള്ള ആൾക്ക് അത് മാത്രമേ കിട്ടുള്ളൂ. മറ്റു ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ബിഫോർ ഹോസ്പിറ്റലൈസേഷനും അതുപോലെ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ പോളിസി ഒക്കെ ഉണ്ട്. അതായത് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ പല ടൈപ്പ് ഓഫ് പോളിസികൾ അവരുടെ കയ്യിലുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് എക്സ്പെൻസസ് ഒക്കെ അവര് കവർ ചെയ്ത് പോകുന്നത്. എന്നിരുന്നാലും കോമൺ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന എക്സ്പെൻസസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവയിൽ ഏകദേശം ഒരു 7 പോയിന്റുകൾ, 7ഓളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തത് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. രണ്ടാമത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. മൂന്നാമത്തത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. നാലാമത്തത് ആംബുലൻസ് ചാർജസ്. അഞ്ചാമത്തത് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ആറാമത്തത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ആൻഡ് 7th വൺ ഇൻകം ബെനിഫിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. എന്താണ് ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ, സിമ്പിൾ ആണ്. നോക്കി, ഈച്ച് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ്സ് പ്ലാൻസ് ദാറ്റ് കവർ ദ വാരിയസ് എക്സ്പെൻസസ്. ഓക്കെ, ഇപ്പൊ വിവിധ ചെലവുകളൊക്കെ വഹിക്കുന്ന പല ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദ സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസസ് കവേർഡ് ആർ ദ ഫോളോയിങ്. സാധാരണയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസസുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെയാണ് എന്ത്, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇൻപേഷ്യന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അതായത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ ഈ അഡ്മിറ്റ് ആവുമ്പോൾ കിട്ടുന്ന ചില ചെലവുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാല് ഇൻ കേസ് ദ പേഷ്യന്റ് is hospitalized due to an injury or illness and it is covered in your health insurance plan, the hospitalization expense will be met by the insurer. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അയാൾ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനിൽ അത് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പ്ലാൻ ആണ് അയാൾ എടുത്തിട്ടുള്ളതെങ്കിൽ ആ ചെലവുകളൊക്കെ ആര് നോക്കിക്കോളും, ആ ഒരു ഇൻഷുറർ അല്ലെങ്കിൽ ആ ഒരു കമ്പനി വഹിച്ചു. എങ്ങനെയുള്ള ചെലവുകളൊക്കെയാണ്, റൂം റെന്റ്, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടപ്പോൾ റൂം റെന്റ് അതിൽ കവർ ചെയ്ത് പോകുന്നതാണ്. നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്,
ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, അതുപോലെ തന്നെ അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എക്സെട്ര. അത് നമ്മൾ ചിലപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ശസ്ത്രക്രിയ ഉപകരണങ്ങള്, അതുപോലെ തന്നെ മതി പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇതിലെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്തൊക്കെ ചെലവുകളാണ് പൊതുവായിട്ട് വഹിക്കുന്നത്, ഹെഡിങ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന സർജിക്കൽ ടൂൾസും അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് അല്ലെ, ചില ഡയഗ്നോസ്റ്റിക് രോഗനിർണയ സാമഗ്രികൾക്കൊക്കെ ആയിട്ടുള്ള ചെലവുകളൊക്കെ ഏതിനകത്ത് കയറിപ്പോക്കോളും, ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കയറിപ്പോക്കോളും. അതാണ് എന്ത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. വേറൊന്നുമില്ല, ഒരു രോഗി ഹോസ്പിറ്റലൈസേഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എടുത്ത ഇൻഷുറൻസ് പോളിസിക്കകത്ത് അത് എന്താ പറയാ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു തുക ആര് കൊടുത്തോളും, ആ ചെലവുകൾ ആര് വഹിച്ചോളും, അയാളുടെ ഇൻഷുറൻസ് കമ്പനി വഹിച്ചോളും. അപ്പൊ എന്തൊക്കെ ചെലവുകൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, റൂം റെന്റ് ഉൾപ്പെടുന്നുണ്ട്, നഴ്സിംഗ് എക്സ്പെൻസ് ഉണ്ട്, ICU ചാർജസ് ഉണ്ട്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറികള്, അതുപോലെ സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസിന്റെ ഒക്കെ ചെലവുകൾ ആ ഒരു ഇൻഷുറൻസ് കമ്പനി പേ ചെയ്തു. ഓക്കെ. അടുത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, പ്രീ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ളത്, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിന് മുമ്പ് വരുന്ന ചില എന്താ പറയാ എക്സ്പെൻസസ് ഉണ്ട്, അതും ഇൻഷുറൻസ് കമ്പനി വഹിക്കും. അത് അങ്ങനെയുള്ള പോളിസി ആണെങ്കിൽ കേട്ടോ, അതിന് മുൻപുള്ളത്. നോക്കിയേ, ഓൾ മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകേർഡ് before the patient is hospitalized up to a period specified earlier are covered in the insurance plan. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അതൊരു പ്രത്യേക കാലയളവ്, അതായത് ഇങ്ങനെ തോന്നിയ പോലെ കൊടുക്കൂല പൈസ, ഒരു പ്രത്യേക കാലയളവ് ഉണ്ട്, ആ കാലയളവിന്റെ ഉള്ളിലായിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്, ഒരു സ്പെസിഫിക് കാലയളവ് വരെ, ഒരു നിശ്ചിത കാലയളവില് ആ ഒരു ഇൻഷുറൻസ് പ്ലാന് അത്തരം ചെലവുകളൊക്കെ വഹിച്ചോളും. ഏത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. എല്ലാതും അല്ലാണ്ട് അവരെടുക്കുന്ന പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. അവരെടുത്ത പോളിസി പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കവർ ചെയ്യുന്ന പോളിസി ആണെങ്കിലാണ് നമുക്ക് ഇത് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഒന്നുമില്ല, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു നിശ്ചിത കാലയളവ് വരെയുള്ള ചെലവുകൾ ആ ഒരു ഇൻഷുറൻസ് പ്ലാനിൽ കവർ ചെയ്ത് പോയിക്കോളും. ഓക്കെ. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ചെലവുകൾ വരും? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നേക്കാളും മുമ്പ് പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എടുക്കുന്നുണ്ട് അല്ലെ, ചില പരിശോധനകൾ നടത്തുന്നുണ്ട്, പ്രൈമറി പ്രൊസീജിയേഴ്സ്, ചില പ്രാഥമിക നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, പ്രിവെന്റീവ് സർജറീസ് ഒക്കെ ചെയ്യും അല്ലെ, അതായത് അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സർജറികൾ, മൈനർ സർജറികളൊക്കെ ചിലപ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് മെഡിസിൻസ് അല്ലെ, രോഗനിർണയ പരിശോധനകള്, മെഡിസിൻസ്, അങ്ങനെയുള്ളതൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത്തരം ചെലവുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. അതുപോലെ തന്നെയാണ് അടുത്തത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം, ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അല്ലെ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള രോഗിക്ക് വരുന്ന ചെലവുകളൊക്കെ വഹിക്കുന്ന തരത്തിലുള്ള പ്ലാനുകളുണ്ട്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ചെലവുകളും എന്ത് വഹിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ്. അത്തരം ചെലവുകൾ വഹിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. നോക്കാം. ഓൾ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ആൻഡ് മെഡിസിൻസ് ആഫ്റ്റർ എ പേഷ്യന്റ് ഇസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. അതുകൊണ്ടാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യ പരിരക്ഷ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മെഡിസിൻസ്, അങ്ങനെയുള്ള ചെലവുകൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ് ടു എ പീരീഡ് സ്പെസിഫൈഡ് ഏർലിയർ, ഒരു നിശ്ചിത കാലയളവ് വരെയുള്ള ചെലവുകൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഹെൽത്ത് കെയർ ഇൻഷുറൻസ്. അത്തരം ചെലവുകളും ഇതിലും വരുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ ഇൻഷുറൻസിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. ദീസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? കൺസൾട്ടേഷൻ വരാം. ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാലും ഇടയ്ക്ക് നമ്മൾ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അല്ലെ, അതിന് ചെറിയ ചെലവൊക്കെ നമുക്ക് വേണ്ടി വരും. അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, എന്തെങ്കിലും അസുഖമൊക്കെ മാറി നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും അത് റിക്കർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തേണ്ടതായിട്ട് വരും, മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചിലതിൽ തെറാപ്പി ആയിരിക്കും അല്ലെ, റീഹാബിലിറ്റേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ ചില ഫിസിയോതെറാപ്പി ഒക്കെ നമുക്ക് ഡിസ്ചാർജിന് ശേഷം ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ മരുന്നുകളും വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ചെലവുകളൊക്കെ ഉൾപ്പെടുന്ന ഇൻഷുറൻസ് പദ്ധതികളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ. ആദ്യത്തെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ,
പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ഇനി എന്താണ് ആംബുലൻസ് ചാർജസ്. നിങ്ങൾ ആംബുലൻസ് സർവീസ് പഠിച്ചിരുന്നില്ലേ? അതിനകത്ത് പറയുന്നില്ലേ ഫണ്ട് കോസ്റ്റിനെ പറ്റി നിങ്ങൾ പഠിച്ചിരുന്നു അല്ലെ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ നിങ്ങൾ? ഹെൽത്ത്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്നൊക്കെ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതിനകത്ത് ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. അതിനകത്ത് പറയുന്നുണ്ട് ആംബുലൻസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റ് തന്നെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും വഹിക്കുക. അത് തന്നെയാണ് അവിടെ പറയുന്നത് ആംബുലൻസ് ചാർജസ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ will also cover the cost involved in the shifting patient to a hospital by an ambulance. അതായത് ഇപ്പൊ നമ്മൾ ചില രോഗികളെ ആംബുലൻസിൽ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചില ഇൻഷുറൻസ് പോളിസിക്കകത്ത് അത് വരുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികളുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ആംബുലൻസ് കോസ്റ്റ് ഒക്കെ അതിനകത്ത് കയറിപ്പോക്കും, നമ്മൾ പിന്നെ എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെയുള്ള ഇൻഷുറൻസുകൾ ഉണ്ടെന്ന്, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ വഹിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളും ഉണ്ട്. അതിലാവുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കമ്പനി കൊടുത്തോളും, അതായത് നമ്മുടെ ഇൻഷുറർ കൊടുത്തോളും. ഓക്കെ, അങ്ങനെയുള്ള ചാർജസ് ഉണ്ട് കേട്ടോ. അത്തരം ചെലവുകളും ഹെൽത്ത് ഇൻഷുറൻസ് വഹിക്കുന്നുണ്ട്. പിന്നെന്താണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The health plan will meet the cost of all the procedures and treatments undertaken as an inpatient in a hospital or a daycare facility. പ്രത്യേകം ഓർക്കാം, for less than 24 hours. For less than 24 hours. അതായത് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂറിന് താഴെ കേട്ടോ, 24 മണിക്കൂറിന് താഴെ എന്ത് ചെയ്യാണ് നമുക്ക്? എന്താണ് 24 മണിക്കൂറിന് താഴെ സമയത്തേക്ക് നമ്മളിപ്പോ ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോ ചികിത്സിക്കുകയാണ്. അതായത് എസ് എ ഒരു ഇൻപേഷ്യന്റ് എന്ന അടിസ്ഥാനത്തിൽ, ഒരു ഇൻപേഷ്യന്റ് എന്ന രീതിയിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അതിനുള്ള ചെലവുകളും എന്ത് വഹിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനില് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകം ഓർക്ക, 24 മണിക്കൂർ സമയത്തിൽ താഴെ കേട്ടോ. അതായത് അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടൊന്നും കിടക്കേണ്ടതായിട്ട് വരുന്നില്ല, അഡ്മിറ്റായി കിടക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഒരു 24 മണിക്കൂർ സമയത്തിന് താഴെ നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലോ എന്താ പറയുക, ഒരു ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് സമയത്തേക്ക് നമ്മൾ അവിടെ എന്താണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഇത് ചെയ്യില്ലേ, കാറ്ററാക്ട് സർജറി ചെയ്യില്ലേ, നേത്ര ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് ചെയ്തിട്ട് വരാം, അവിടെ അഡ്മിറ്റ് ആവുന്നത് നിർബന്ധമൊന്നുമില്ല. അത് അങ്ങനെയുള്ള കേസിൽ തെറാപ്പികളൊക്കെ ഉണ്ട്, രാവിലെ പോയി ചെയ്തിട്ട് നമുക്ക് വൈകിട്ടോട് കൊണ്ടിട്ട് പോരാം. അപ്പൊ അത്തരത്തിൽ എന്താണ് 24 മണിക്കൂറിന് താഴെ ഏതെങ്കിലും ആശുപത്രിയിലോ ഡേ കെയർ ഫെസിലിറ്റിയിലോ എന്താ പറയാ പേഷ്യന്റ് അടിസ്ഥാനത്തില് നമ്മള് എന്താ പറയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചെലവുകളും ഇതിൽ വരുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനില് വരുന്നുണ്ട്. അത്തരം ചെലവുകളും ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംപ് സം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യപ്പെട്ടാല്, അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് ദിവസത്തില്, അതായത് ദിവസത്തിൽ ഒരു ഇത്ര തുക വീതം, ഒരു നിശ്ചിത തുക വീതം അതുവരെ കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഡെയിലി എത്ര നാൾ അവിടെ അഡ്മിറ്റ് ആയി കിടക്കുന്നുണ്ട്, എത്ര നാൾ അവർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഓരോ ദിവസം ഒരു നിശ്ചിത തുക വീതം, ഒരു നിശ്ചിത ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ ദിവസത്തിൽ കൊടുക്കുന്ന അങ്ങനെയുള്ള തുക കൊടുക്കുന്ന അത്തരം ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇൻകം ബെനിഫിറ്റ് കേട്ടോ. ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംസം. ലംസം എന്ന് പറഞ്ഞാൽ ലംസം ഗ്രാന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുന്ന ലംസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് നിശ്ചിത തുക എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംസം to your family to replace the lost income for the family in case of your absence. അതെന്ന് പറഞ്ഞാൽ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭാവത്തിന്, ഓക്കെ, നിങ്ങളുടെ അഭാവത്തിന് നിങ്ങളുടെ കുടുംബത്തിന് ആ നഷ്ടപ്പെട്ട വരുമാനത്തിന് ഒരു നിശ്ചിത തുക ആർക്ക് കൊടുക്കാണ്? ഫാമിലിക്ക് കൊടുക്കാണ്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഇപ്പൊ ഒരു വ്യക്തി, അയാളായിരിക്കും ചിലപ്പോൾ അവിടുത്തെ സോഴ്സ് ഓഫ് ഇൻകം, അയാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുമോ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും എന്താ പറയാ വരുമാനം ഇല്ലാത്തൊരു അവസ്ഥ വരികയാണ്, എന്തെങ്കിലും അസുഖം മൂലോ ആക്സിഡന്റ് മൂലോ ഒക്കെ വരുമാനം ഇല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട വരുമാനത്തിന്, അയാളുടെ അഭാവത്തില് ആ നഷ്ടപ്പെട്ട വരുമാനത്തിന് കുടുംബത്തിന് എന്ത് ചെയ്യാണ്? അയാളുടെ കുടുംബത്തിന് നിശ്ചിത തുക കൊടുക്കാണ്. അതാണ് എന്ത്? ഇൻകം ബെനിഫിറ്റ് എന്ന തുക. അത്തരത്തിലുള്ള ഇൻഷുറൻസ് വരെ ഉണ്ടെന്ന്.
അയാളുടെ അഭാവത്തിന് ആ നഷ്ടപ്പെട്ട വരുമാനത്തിന് തുല്യമായിട്ട് ആ കുടുംബത്തിന് ഒരു നിശ്ചിത തുക കൊടുക്കുന്ന അത്തരം ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അത്തരം ചെലവുകളും ആര് വഹിക്കുന്നുണ്ട്? ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 7 പോയിന്റ് ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ചെലവുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇൻപേഷ്യൻ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ വഹിക്കുന്നുണ്ട്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ വഹിക്കുന്നുണ്ട്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ വഹിക്കുന്നുണ്ട്, ആംബുലൻസ് കോസ്റ്റ് വഹിക്കുന്ന അങ്ങനെ അത്തരം കോസ്റ്റുകൾ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ എന്താണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, അതുപോലെ ഇൻകം ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ചെലവുകളാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? പറഞ്ഞത് ഇത്രയും വരെ ക്ലിയർ ആണോ? എന്താണ് സമയം പോവാത്തത്? സാധാരണ പെട്ടെന്ന് സമയം പോവാത്തത് എന്താണോ? പതുക്കെയാണ് പോകുന്നത്. ഓക്കെ, ശരി. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമുക്കൊരു 10 മിനിറ്റും കൂടെ ഉണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, ലേശം. ഓക്കെ, കുറച്ചു പേർക്ക് ബോറടിക്കുന്നുണ്ട്, കുറച്ചു പേർക്ക് കുഴപ്പമൊന്നുമില്ല. ശരി. അല്ലെങ്കിൽ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് സമയം പോവാറുണ്ട്. ഇതെന്താണാവോ പോകുന്നില്ല. ഓക്കെ, ശരി. അടുത്ത നോക്കാം കേട്ടോ. ഇനി നോക്കാം. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് IRDA കേട്ടോ. IRDAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. അത് ആദ്യത്തെ നിങ്ങൾ ചെയ്ത കാര്യമാണ്. എന്താണ് IRDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ഇന്ത്യയില് നമ്മുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. ഒരു നിയമാനുസൃതമായിട്ടുണ്ടായിട്ടുള്ള ഒരു ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്തെന്ന് പറയുന്നത് IRDAI. ഓക്കെ, IRDA ഫുൾ ഫോം എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. അതിനകത്ത് പറയുന്നത് ഹാസ് എ ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഓർ has a list of diseases or medical that are not covered under the health insurance. അതായത് നമ്മൾ നേരത്തെ ഒരു എക്സ്ക്ലൂഷന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടാവും. എക്സ്ക്ലൂഷൻ പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് ആ ഒരു പോളിസി കവർ ചെയ്യാത്ത ചില സ്പെസിഫിക് റിസ്കുകൾ അല്ലെങ്കിൽ ലോസ്, ഡാമേജുകൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ പോളിസിന് മുൻകൂട്ടി ലിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ചില എക്സ്ക്ലൂഷൻ കേസുകളാണ് ഇവിടെ പറയുന്നത്. അതും പ്രത്യേകിച്ച് നമ്മുടെ IRDAI അവര് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില എന്താ പറയാ സാഹചര്യങ്ങളാണ് അവിടെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. IRDAI എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവര് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില ഡിസീസസുകൾ, ചില മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ഇൻഷുറൻസ് കവർ ചെയ്യാത്ത ചില കണ്ടീഷൻസ് ആണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അടുത്ത എന്താണ്? കോസ്മെറ്റിക് സർജറീസ് കേട്ടോ. എന്താണ് കോസ്മെറ്റിക് സർജറീസ്? എന്താണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ? അതെന്ന് പറയുമ്പോൾ ശരിക്കും ബ്യൂട്ടി എൻഹാൻസിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതൊരു എന്താ പറയാ ഇലക്ടീവ് പ്രൊസീജിയർ ആണ്. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ് കോസ്മെറ്റിക് സർജറി. അതുകൊണ്ട് തന്നെ എന്താണ് അതിനൊരിക്കലും എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കിട്ടില്ല. മനസ്സിലായോ? കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്നതിന് ഒരു കാരണവശാലും ഇൻഷുറൻസ് കിട്ടില്ല. അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ പറയുന്ന ചില എക്സ്ക്ലൂഷൻ കേസുകളാണ് കേട്ടോ ഈ പറയുന്നത്. കോസ്മെറ്റിക് സർജറിക്ക് കിട്ടില്ല. അതുപോലെ തന്നെ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, IVF ഇല്ലേ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF ട്രീറ്റ്മെന്റിനൊന്നും എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, അതിന് കിട്ടില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. ഓക്കെ, പ്രഗ്നൻസി, അതുപോലെ തന്നെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ശരിക്കും ഒരു അസുഖമൊന്നും അല്ലല്ലോ, അതൊരു അല്ലെ അസുഖമൊന്നുമല്ല. അതുപോലെ അബോർഷൻ ചെയ്യാം, അതെന്നൊക്കെ പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം മെഡിക്കൽ കണ്ടീഷൻസിലൊന്നും എന്ത് കൊടുക്കില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്. പഠിച്ചു വെക്കണോട്ടോ. ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അതും IRDA ലിസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ കോസ്മെറ്റിക് സർജറിക്ക് കിട്ടൂല, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് കിട്ടില്ല, പ്രഗ്നൻസി ആൻഡ് അബോർഷന് കിട്ടില്ല. അതുപോലെ തന്നെ മിസ്സലേനിയസ് ചാർജസ്, മറ്റ് ചാർജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കിടുന്ന ഫുഡ് ആൻഡ് ബിവറേജസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെയൊക്കെയില്ലേ ആ ഫുഡ് ആൻഡ് ബിവറേജസ്. അതുപോലെ നമ്മുടെ ടെലിഫോൺ കോളൊക്കെ ചെയ്യില്ലേ, ഫോൺ വിളിക്കുക, നെറ്റ്വർക്ക് യൂസ് ചെയ്യുക, അങ്ങനത്തേലൊന്നും കവറേജ് കിട്ടില്ല കേട്ടോ. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്.
മിസ്ലേനിയസ് ചാർജസ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫുഡ് ആൻഡ് ബിവറേജസ്, അതുപോലെ ഫോൺ കണക്ടിവിറ്റി, നെറ്റ്വർക്ക് കണക്ടിവിറ്റി, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. പിന്നെ അതിനകത്ത് വരുന്നത് എന്താണ് മിസ്ലേനിയസ് എന്ന് പറയുമ്പോൾ വേറെയുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ലോണ്ടറിയിലെ നമ്മുടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള് അങ്ങനത്തേനൊന്നും ഒരിക്കലും ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല കേട്ടോ. അതായത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ളതിനൊന്നും ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. പിന്നെ എന്താണ് അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ സർട്ടൈൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്. അതായത് ചില ചാർജുകൾ, അത് പ്രത്യേകം പറയുന്ന ചില രജിസ്ട്രേഷൻ ചാർജുകൾ, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസുകള്, അത് മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളൊന്നും ചില ഇൻഷുറൻസ് പ്ലാനിനകത്ത് എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഇപ്പൊ നമ്മൾ വല്ല വിറ്റാമിൻ കഴിക്കുകയാണ്, വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ വല്ല പ്രോട്ടീൻ ഷെയ്ക്ക് ഒക്കെ അങ്ങനത്തെയൊക്കെ വാങ്ങുവാണെങ്കിൽ അത്തരം സപ്ലിമെന്റ്സിനൊന്നും, അല്ലെങ്കിൽ അത്തരം അത് മെഡിസിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ കോസ്മെറ്റിക് സർജറി പോലുള്ള ഒരു സംഭവമാണ് അല്ലെ, ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. അത്തരമുള്ള സപ്ലിമെന്റ്സിനൊന്നും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. മെഡിസിൻസിന് കിട്ടും, പക്ഷെ അതേസമയം നമ്മളിപ്പോ ഇങ്ങനെ പ്രോട്ടീൻസ്, പ്രോട്ടീൻ ഷേക്ക് അല്ലെങ്കിൽ വിറ്റമിൻസ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഹെൽത്ത് സപ്ലിമെന്റ്സ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, പിന്നെന്താണ്, in India, health supplement expenses are protein shake expenses are not covered under health insurance. ഇപ്പൊ പറഞ്ഞല്ലോ, പ്രോട്ടീൻ ഷേക്ക് അങ്ങനത്തെയുള്ള എക്സ്പെൻസുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല, ഇൻഷുറൻസ് കവറേജിനകത്ത് ലഭിക്കില്ല. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, അതായത് നമ്മളിപ്പോ ഒരു മുൻപുണ്ടായിരുന്ന ചില ഹെൽത്ത് കണ്ടീഷൻസ്, അതിനൊന്നും ഇൻഷുറൻസ് കിട്ടില്ല. എന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. The diseases which are existing earlier are not covered under the health insurance right away. അതായത് നമ്മളിപ്പോ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് മുൻപുണ്ടായിരുന്ന രോഗങ്ങളുണ്ടല്ലോ, നമുക്ക് മുൻപുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു, പക്ഷെ നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു അസുഖമാണ്, പക്ഷെ അതിനൊരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, ഉടനടി ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ലഭിക്കില്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. Some plans do not provide cover for high blood pressure and diabetes. അതുപോലെ while many others do. അതായത് ഇപ്പൊ നമ്മള് ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, അല്ലെ BP ഉണ്ടാവാം, പ്രമേഹം, ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ നേരത്തെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പൊ അത്തരം അസുഖങ്ങൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻഷുറൻസ് കവർ ഒന്നും ചില പ്ലാനുകളിൽ കൊടുക്കുന്നില്ല. ഇനി മറ്റു പല അസുഖങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെയുള്ള BP അല്ലെങ്കിൽ ഡയബറ്റീസ്, കൊളസ്ട്രോൾ പോലെ നമുക്ക് ചിലപ്പോൾ നേരത്തെ ഉണ്ടാവുന്നതൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളതിനൊന്നും എന്ത് കൊടുക്കുന്നില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഓക്കെ, മറ്റു പല അസുഖങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇനി നോക്കാം, ദി ഇൻഷുറർ വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ ആഫ്റ്റർ വിച്ച് ദ ക്ലെയിംസ് ഫോർ ദ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് can be made. എന്താണ് പറയുന്നത്, ഇൻഷുറർ വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ ആഫ്റ്റർ വിച്ച് ദ ക്ലെയിംസ് ഫോർ ദ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് can be made. അതായത് ഒരു ഇൻഷുറർ എന്ത് ചെയ്യും, ഒരു ഡ്യൂറേഷൻ വെക്കും, അതായത് ഒരു നിശ്ചിത കാലയളവ് വെക്കും. ആ നിശ്ചിത കാലയളവിന് ശേഷം അല്ലെ, ഓക്കെ, അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഹെൽത്ത് കണ്ടീഷൻസിനുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴും ഒരു നിശ്ചിത കാലയളവാണ് പറയുന്നത്. ആ ഒരു കാലയളവിന് ശേഷം വരുന്ന അസുഖങ്ങൾക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് മുമ്പ് കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ആ അസുഖങ്ങളുടെ പേരിൽ എനിക്ക് ഒരിക്കലും ഈ ഇൻഷുറൻസ് ലഭിക്കില്ല. അതേസമയം ഞാനിപ്പോ ഈ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം എനിക്ക് വല്ല അസുഖങ്ങൾ വരികയാണെങ്കിൽ ഓക്കെ, അതിനെയൊക്കെ നമുക്ക് കിട്ടാം, ഇൻഷുറൻസ് കിട്ടും. അതിന് മുമ്പ് ഉണ്ടായിരുന്നതിനൊന്നും നമുക്ക് കിട്ടില്ല. ഒരു സ്പെസിഫിക് കാലയളവുണ്ട്, ആ കാലയളവിന് ശേഷം വരുന്ന അസുഖങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതിന് നമ്മള് വെയിറ്റിംഗ് പീരീഡ് എന്നാണ് പറയാം. വെയിറ്റിംഗ് പീരീഡ് എന്താണ് അടുത്ത ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ഈ ഒരു പോയിന്റും കൂടെ ഉള്ളൂ അല്ലെ, അപ്പൊ ജസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. The waiting period depends on the insurer and can be between 12 to 48 months. ചിലതിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അതായത് നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും ഒരു വെയിറ്റിംഗ് പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് ആരോഗ്യ പരിരക്ഷ ലഭിക്കുള്ളൂ. ഞാൻ ഇന്നൊരു ഇൻഷുറൻസ് കിട്ടി, ഇന്നൊരു ഇൻഷുറൻസ് ഞാൻ എടുത്തു, അപ്പൊ നാളെ എനിക്കൊരു അസുഖം വരുമ്പോ അന്നത്തെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, ഈ അസുഖത്തിന് എനിക്ക് ചെലവ് കിട്ടുമെന്ന് അങ്ങനെ കിട്ടില്ല. മനസ്സിലാവും, നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ആരോഗ്യ പരിരക്ഷ ലഭിക്കുള്ളൂ. അതിനെയാണ് ആ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്, വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ 12 to 48 months, ഒരു എന്താ പറയാ 2 വർഷം മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കാം.
അതിനുശേഷമേ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു കവറേജ് ലഭിക്കുള്ളൂ. എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ സെൽഫ് ഹാം എന്ന് വെച്ചാൽ സൂയിസൈഡ് പോലുള്ള പ്രശ്നമാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ ഡസ് നോട്ട് കവർ എനി ഇൻഷുറൻസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് റൈസിംഗ് ഫ്രം എ പേഴ്സൺ ദാറ്റ് കോസസ് ദംസെൽസ് ഹാം. അതായത് അവര് തന്നെത്താൻ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന അസുഖങ്ങൾ സെൽഫ് ഹാം ആണ്. അതിനൊന്നും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. സ്വന്തമായിട്ട് നമ്മൾ മൂലം നമുക്ക് തന്നെ പരിക്കുണ്ടാവുക, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാം, പരിക്ക് പറ്റുക, അതിനൊരിക്കലും എന്ത് കിട്ടില്ല എന്ന് പറയുന്നത്, ഇൻഷുറൻസ് നമുക്ക് ലഭിക്കില്ല. ഓക്കെ, ഇതൊക്കെ എക്സ്ക്ലൂഷൻ കേസസ് ആണ് കേട്ടോ. ആര് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്? IRDA ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, ശരി, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ എന്നല്ല, ശരി. അപ്പൊ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ വേഗം പോയി ഭക്ഷണം കഴിച്ചു കേട്ടോ. ശരി, താങ്ക് യു.